ക്യാബിനറ്റ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കാരിത്താസ് ഹോസ്പിറ്റൽ, കോട്ടയം. കാരിത്താസ് ഹോസ്പിറ്റൽ, ബെസ്റ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഇൻ സെൻട്രൽ ട്രാവൻകൂർ. നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ഏറ്റുമാനൂരിൽ വയലായിൽ 4 പേർക്ക് ഇടിമിന്നലേറ്റു. ഒരാളുടെ നില ഗുരുതരം. പരിക്കേറ്റവർ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. പാമ്പാടി തോട്ടപ്പള്ളി ഭാഗത്ത് പുഴുശല്യം രൂക്ഷം. പ്രദേശവാസികൾ വലയുന്നു. സമീപത്തെ തേക്കുമരങ്ങളിൽ നിന്നും വീടുകളിലേക്ക് എത്തുന്നത് നൂറുകണക്കിന് പുഴുക്കൾ. ഇന്ത്യൻ റെയിൽവേയിലെ ഒഴിവുകൾ നികത്താത്തതിലും തസ്തികകൾ വെട്ടിക്കുറയ്ക്കുന്നതിലും പ്രതിഷേധം. കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് AITUCയുടെ മാർച്ച്. കോട്ടയം ജില്ലയിൽ +1 ആവശ്യത്തിലേറെ സീറ്റുകൾ. തുടർ പഠനത്തിന് യോഗ്യത നേടിയത് 17,039 പേർ. വിവിധ വിഭാഗങ്ങളിൽ ഒഴിവുള്ളത് 21,964 സീറ്റുകൾ. വാർത്തകൾ വിശദമായി. ആനിക്കാട് KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് സന്ദർശിക്കാനെത്തിയ പാമ്പാടി ബാലസമാജത്തിലെ കുട്ടികളെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ SFI പ്രവർത്തകർ തടഞ്ഞു. ഇതിനെതിരെ പ്രതിഷേധം ശക്തമായി. ആനിക്കാട് KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് സന്ദർശിക്കാൻ എത്തിയ പാമ്പാടി ബാലസമാജത്തിലെ കുട്ടികളെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ SFIക്കാർ തടഞ്ഞതായി ആക്ഷേപം. പാമ്പാടി 215 നമ്പർ കരയോഗത്തിന് കീഴിലെ ബാലസമാജത്തിലെ കുട്ടികളാണ് മുൻകൂർ അനുമതിയോടെ അവധിക്കാല പഠനയാത്രയ്ക്ക് എത്തിയത്. SFIയുടെ നേതൃത്വത്തിൽ സംഘടിച്ച് എത്തിയവർ വിദ്യാർത്ഥികളെ തടയുകയും സ്ഥാപനം ഡയറക്ടറോട് കയർക്കുകയും ചെയ്തു. ഇന്ന് ഞങ്ങളുടെ കുട്ടികൾക്കുണ്ടായ വേദന അറിയാം. സംഭവത്തെ ചാണ്ടിയുമ്മൻ MLA, BJP മധ്യമേഖലാ പ്രസിഡന്റ് N. ഹരി എന്നിവർ ശക്തമായി അപലപിച്ചു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ഏറ്റുമാനൂർ വയലായിൽ 4 പേർക്ക് ഇടിമിന്നലേറ്റു. തട്ടുകടയിൽ ചായ കുടിച്ചുകൊണ്ടിരുന്ന 4 പേർക്കാണ് മിന്നലേറ്റത്. ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരാളുടെ നില ഗുരുതരമാണ്. ഏറ്റുമാനൂർ വയലായിൽ 4 പേർക്ക് ഇടിമിന്നലേറ്റു. വെള്ളിയാഴ്ച രാത്രി 8:30യോടെയായിരുന്നു സംഭവം. പാലക്കാട് കുന്നിൻ ആത്മാവിൻ ചുവടിനോട് ചേർന്നുള്ള തട്ടുകടയിൽ ചായ കുടിച്ചിരുന്ന പ്രദേശവാസികളായ 4 പേർക്കാണ് ഇടിമിന്നലേറ്റത്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. വയല പാലക്കുഴിയിൽ റനീഷ്, പാറത്തൊട്ടിയിൽ സന്തോഷ്, ഇലവുങ്കൽ ശശി, വല്ലാട്ടുകുന്നേൽ അജി എന്നിവരാണ് ചികിത്സയിൽ കഴിയുന്നത്. മിന്നലേറ്റ 3 പേരെ കൊണ്ട് 3 പേർക്കാണ് ഇപ്പോൾ അഡ്മിറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ പുറലങ്ങാട് ഹോസ്പിറ്റലിലേക്ക് ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ശശി എന്ന് പറഞ്ഞ ഒരാൾക്ക് ഓക്സിജൻ ലെവൽ താഴ്ന്നുണ്ടായിരുന്നു, ശശിയേട്ടനെ. അപ്പോൾ ശശിയേട്ടനെ ആണ് പുള്ളീനെ ഫോക്കസ് ചെയ്താണ് ഞാൻ മെഡിക്കൽ കോളേജ് ചെന്നത്. അപ്പോൾ റനീഷിനാണ് ശരിക്കും വേരിയേഷൻ ഉള്ളത്. ECG എടുത്തപ്പോൾ. അപ്പോൾ ഇപ്പോൾ അഡ്മിറ്റാണ്, ഒബ്സർവേഷനിലാണ്. ഇടിമിന്നലിന്റെ ആഘാതത്തിൽ കടയ്ക്ക് മുന്നിലെ കോൺക്രീറ്റ് പോസ്റ്റ് ചിതറിത്തെറിച്ചു. സമീപത്തായി 2 കുഴികളും രൂപപ്പെട്ടു. കടയിലെ 5 ബൾബുകളും പൊട്ടിത്തെറിച്ചു. മരത്തിലും വിള്ളലുകളുണ്ട്. മിന്നലേറ്റവർ പൊങ്ങിത്തെറിച്ച് വീഴുകയായിരുന്നു. മഴയ്ക്കുള്ള ആരംഭം കുറിക്കുന്ന സമയത്തായിരുന്നു അതിശക്തമായ മിന്നലേറ്റത്. മിന്നലേറ്റവരെ കുറവിലങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാമ്പാടി 8-ാം മൈൽ ഭാഗത്ത് പുഴുശല്യം രൂക്ഷം. തോട്ടപ്പള്ളിയിൽ 6 വീടുകളിലാണ് പുഴുശല്യം നേരിടുന്നത്. സമീപത്തെ തേക്കുമരങ്ങളിൽ നിന്ന് നൂറുകണക്കിന് പുഴുക്കളാണ് വീടുകളിലേക്ക് എത്തുന്നത്. ഇതുവഴി ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്നവർക്കും പുഴുക്കളെ കൊണ്ട് ശല്യമാണ്. പാമ്പാടി 8-ാം മൈലിൽ പുഴുശല്യം രൂക്ഷമായി. 8-ാം മൈൽ തോട്ടപ്പള്ളിയിൽ 6ഓളം വീടുകളിലാണ് പുഴുശല്യം. വീടിന്റെ ഭിത്തിയിലും മുറ്റത്തും ചെടികളിലും മേൽക്കൂരയിലുമായാണ് പുഴുക്കളുടെ ശല്യം. ചില വീടുകളുടെ അടുക്കളയിലും പച്ചക്കറിയിലും പുഴുവിനെ കണ്ടു. കുട്ടികളുടെ ഭക്ഷണം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പാത്രങ്ങളുടെ മുകളിലും വസ്ത്രങ്ങളിലും പുഴുക്കളെ കണ്ടതോടെ ജനങ്ങൾക്ക് ആശങ്കയായി. മിക്ക വീടുകളിലും കുട്ടികളുള്ളതിനാൽ രോഗങ്ങൾ വരുമോ എന്ന ആശങ്കയാണ് മാതാപിതാക്കൾക്ക്. വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും നൂലിൽ കെട്ടി ചൊറിയൻ പുഴു ഇറങ്ങി വരും. രാവിലെ എണീറ്റ് വരുമ്പോൾ തൊട്ട് തിണ്ണയിലും കറിക്കകത്തും എല്ലാം പുഴുവാ. കുഞ്ഞിനാണേലും കുഞ്ഞിനെ ഇറക്കാനും ഇവർക്ക് കളിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ കഴിക്കാൻ എടുത്താലും അതിൻ്റെ ആ തറയിലാണെങ്കിൽ ആ സൈഡിൽ കൂടെ എല്ലാം പുഴുവാ പോകുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിനെ കൊണ്ട്.
ഇവരുടെയെല്ലാം വീടിന് മുകളിലുള്ള സ്ഥലത്ത് നിരവധി തേക്കുമരങ്ങൾ ഉണ്ട്. ഇതിൽ വളരുന്ന പുഴുക്കളാണ് നൂൽ കെട്ടി ഇറങ്ങി വരുന്നത്. റോഡിലൂടെ പോകുന്ന വാഹനത്തിലും സ്കൂട്ടർ യാത്രക്കാരുടെ ദേഹത്തും ചൊറിയൻ പുഴുക്കൾ കയറാറുണ്ട്. റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന തേക്കിന്റെ കമ്പുകൾ വെട്ടിമാറ്റിയാൽ ചൊറിയൻ പുഴു ശല്യത്തിന് പരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. ഇന്ത്യൻ റെയിൽവേയിലെ ഒഴിവുകൾ നികത്താത്തതിലും തസ്തികകൾ വെട്ടിക്കുറയ്ക്കുന്നതിലും പ്രതിഷേധിച്ച് AITUCയുടെ നേതൃത്വത്തിൽ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തി. CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് VK സന്തോഷ് കുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനവും വലിയ തൊഴിൽദാതാവുമായ ഇന്ത്യൻ റെയിൽവേ 3.5 ലക്ഷം ഒഴിവുകൾ നികത്താതെ നിലവിലെ 30,000 തസ്തികകൾ റദ്ദു ചെയ്യാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തി AITUC രാജ്യവ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് കോട്ടയത്തും തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. റെയിൽവേയുടെ സ്വകാര്യവൽക്കരണ നീക്കങ്ങൾ അവസാനിപ്പിക്കുക, പെട്രോൾ ഡീസൽ പാചകവാതക വിലവർധനവ് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. സമരം CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് VK സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നിലവിലുള്ള 30,000-ഓളം ഒഴിവുകൾ വേണ്ടെന്ന് വെച്ചുകൊണ്ട് റെയിൽവേയെ കോർപ്പറേറ്റുകൾക്ക് കൊള്ളയടിക്കാൻ മോദി സർക്കാർ കൂട്ടുനിൽക്കുകയാണെന്ന് അഡ്വക്കേറ്റ് VK സന്തോഷ് കുമാർ ആരോപിച്ചു. ഇന്ത്യ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഈ പൊതുമേഖലാ സ്ഥാപനം വിറ്റുതെളിക്കുന്നതിന് വേണ്ടി ശ്രമം ആരംഭിച്ചതിന്റെ ഭാഗം കൂടിയാണ് ഇന്ത്യ രാജ്യത്ത് ഈ റെയിൽവേ സ്റ്റേഷനുകളും അതുപോലെ തന്നെ ട്രെയിനുകളും വെക്കാൻ തീരുമാനിച്ചത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ തന്നെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനും വിൽക്കുന്നതിന്റെ പട്ടത്തിന് കൊടുക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഏറ്റവും അവസാനമാണ് അവരിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ റെയിൽവേയിലെ 30,000-ലധികം വരുന്ന തസ്തികകൾ വെട്ടിക്കുറയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് അവർ ഉന്നയിക്കുന്നത്? ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെ തൊഴിലാളികളുടെ എണ്ണം കുറച്ചുകൊണ്ട് ആ തൊഴിലാളികളെ ഒന്നും നിങ്ങൾ ഏറ്റെടുക്കേണ്ടതില്ല. ഈ തൊഴിലാളികളെയെല്ലാം ഗണ്യമായി കുറച്ചുകൊണ്ട് കൊള്ള ലാഭമുണ്ടാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഇന്ത്യൻ റെയിൽവേയെ പരുവപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ കൈകളിൽ എത്തിക്കാൻ ഞങ്ങൾ തയ്യാറാകുന്നു എന്നതിന്റെ പ്രഖ്യാപനമാണ് ഈ 30,000-ലധികം വരുന്ന തസ്തികകൾ വെട്ടിക്കുറയ്ക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. AITUC ജില്ലാ പ്രസിഡന്റ് OPS സലാം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറിമാരായ VB ബിനു, CK ആശ, ജില്ലാ സെക്രട്ടറി ജോൺ V ജോസഫ്, നേതാക്കളായ R സുശീലൻ, PK കൃഷ്ണൻ, അഡ്വക്കേറ്റ് ബിനു ബോസ്, P പ്രദീപ് തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. SSLC പരീക്ഷയിൽ തുടർ പഠനത്തിന് യോഗ്യത നേടിയവർക്കായി ജില്ലയിൽ +1-ന് ആവശ്യത്തിലേറെ സീറ്റുകൾ ഒഴിവുണ്ട്. വിവിധ വിഭാഗങ്ങളിലായി 21,964 സീറ്റുകളാണുള്ളത്. SSLC പരീക്ഷയിൽ തുടർ പഠനത്തിന് യോഗ്യത നേടിയവർക്കായി കോട്ടയം ജില്ലയിൽ ആവശ്യത്തിലേറെ +1 സീറ്റുകൾ ഒഴിവുണ്ട്. ഈ വർഷം ആൺകുട്ടികളും പെൺകുട്ടികളും ഉൾപ്പെടെ 17,086 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. അതിൽ 17,039 വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് യോഗ്യത നേടി. പരീക്ഷ എഴുതിയ 8,574 ആൺകുട്ടികളും ഇത്തവണ ഉപരിപഠനത്തിന് അർഹരായി. ജില്ലയിൽ മെറിറ്റ്, നോൺ മെറിറ്റ്, സ്പോർട്സ് വിഭാഗങ്ങളിലായി 21,964 സീറ്റുകളാണുള്ളത്. ഏറ്റവും കൂടുതൽ സീറ്റുകൾ സയൻസിനാണ്, 13,836. ഹ്യൂമാനിറ്റീസിൽ 3,439 കൊമേഴ്സിൽ 4,689 സീറ്റുകളുണ്ട്. ജില്ലയിൽ സർക്കാർ മേഖലയിൽ 40 ഹയർ സെക്കൻഡറി സ്കൂളുകളാണുള്ളത്. 70 എയ്ഡഡ് സ്കൂളുകളും 23 അൺഎയ്ഡഡ് സ്കൂളുകളും, ഒരു സ്പെഷ്യൽ സ്കൂളും, ഒരു റെസിഡൻഷ്യൽ സ്കൂളും, ഒരു ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളുമുണ്ട്. ഇവ കൂടാതെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും ITIയിലും അവസരമുണ്ട്. ജില്ലയിലെ ആകെ +1 ബാച്ചുകൾ 440 ആണ്. സർക്കാർ മേഖലയിൽ 102 ബാച്ചുകളാണുള്ളത്. ഇതിൽ 55 എണ്ണം സയൻസും 25 എണ്ണം ഹ്യൂമാനിറ്റീസും 22 എണ്ണം കൊമേഴ്സുമാണ്. എയ്ഡഡ് മേഖലയിൽ ആകെ ബാച്ചുകൾ 276 ആണ്. ഇതിൽ 170 എണ്ണം സയൻസിനും 43 എണ്ണം ഹ്യൂമാനിറ്റീസും 63 എണ്ണം കൊമേഴ്സുമാണ്. അൺഎയ്ഡഡ് മേഖലയിൽ 62 ബാച്ചുകളാണുള്ളത്. ഇതിൽ 52 എണ്ണം സയൻസും 1 എണ്ണം ഹ്യൂമാനിറ്റീസും 9 എണ്ണം കൊമേഴ്സുമാണ്. SSLC പരീക്ഷാഫലം വന്നപ്പോൾ കോട്ടയം ജില്ലയിലെ 61 സർക്കാർ സ്കൂളുകൾ 100% വിജയം നേടി. 125 എയ്ഡഡ് സ്കൂളുകളും 15 അൺഎയ്ഡഡ് സ്കൂളുകളും 100% വിജയം കൊയ്തു. കോട്ടയം ജില്ലയിലെ വിദ്യാഭ്യാസ ജില്ലകളിൽ വിജയശതമാനത്തിൽ മുന്നിൽ പാലാ വിദ്യാഭ്യാസ ജില്ല. 99.93% ഇവിടെ വിജയം. പാലാ വിദ്യാഭ്യാസ ജില്ലയിൽ SSLC പരീക്ഷയിൽ മികച്ച വിജയം. 99.93% വിദ്യാഭ്യാസ ജില്ലയുടെ വിജയ ശതമാനം. 2 കുട്ടികൾ പരാജയപ്പെട്ടതാണ് 100% നഷ്ടമാക്കിയത്. 2023 മുതൽ തുടർച്ചയായ 3 വർഷങ്ങളിൽ പാലാ വിദ്യാഭ്യാസ ജില്ല 100% വിജയം നേടിയിരുന്നു. ആകെ 2,831 കുട്ടികളാണ് ഈ വർഷം SSLC പരീക്ഷ എഴുതിയത്. 1,385 ആൺകുട്ടികളിൽ 1,383
153 പേർ ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹരായി. 1403 പെൺകുട്ടികളിൽ എല്ലാവരും വിജയിച്ചു. ടെക്നിക്കൽ സ്കൂൾ പരീക്ഷ എഴുതിയ 3 പെൺകുട്ടികളും 40 ആൺകുട്ടികളും പരീക്ഷ പാസ്സായി. 7 ഗവൺമെന്റ് സ്കൂളുകളിലും 37 എയ്ഡഡ് സ്കൂളുകളിലും 2 അൺഎയ്ഡഡ് സ്കൂളുകളിലും ഒരു ടെക്നിക്കൽ സ്കൂളിലുമായി 46 പരീക്ഷാ കേന്ദ്രങ്ങളിൽ 44 സ്കൂളുകളും 100 മേനി വിജയം കൊയ്തു. 7 ഗവൺമെന്റ് സ്കൂളുകളും 100% വിജയം നേടുന്ന തുടർച്ചയായ 4ാം തവണയാണ്. വിദ്യാഭ്യാസ ജില്ലയിലാകെ 292 ഫുൾ A+കളുണ്ട്. 97 ആൺകുട്ടികളും 195 പെൺകുട്ടികളും ഇതിൽ ഉൾപ്പെടും. പാലാ വിദ്യാഭ്യാസ ജില്ലയിലെ മികച്ച നേട്ടത്തിന് മുന്നിൽ പ്രവർത്തിച്ച എല്ലാ അധ്യാപകർക്കും വിദ്യാഭ്യാസ ഓഫീസർ സി സത്യപാലൻ നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. കാഞ്ഞിരപ്പള്ളി അമൽ ജ്യോതി കോളേജിന് അംഗീകാരം. പ്ലാറ്റിനം സുസ്ഥിര ക്യാമ്പസ് അംഗീകാരമാണ് കോളേജിന് ലഭിച്ചത്. ഭാരത് സസ്റ്റൈനബിലിറ്റി ക്യാമ്പസ് മിഷൻ 2026 പ്ലാറ്റിനം സുസ്ഥിര ക്യാമ്പസ് അംഗീകാരം കാഞ്ഞിരപ്പള്ളി അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന് ലഭിച്ചു. ഭാരത് എൻവയോൺമെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ട്രെയിനിംഗ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും റിസർച്ച് ഹൈറ്റ്സ് ഫൗണ്ടേഷനും രാജ്യവ്യാപകമായി സംഘടിപ്പിച്ചതാണ് മിഷൻ. ഏപ്രിൽ 22 മുതൽ 29 വരെ ആചരിച്ച ഭൗമ വാരാഘോഷം പരിസ്ഥിതി സംരക്ഷണ പരിശീലനത്തിനും സുസ്ഥിര വികസന പ്രവർത്തനങ്ങളിലും സ്ഥാപനത്തിന്റെ സജീവ പങ്കാളിത്തവും പ്രതിബദ്ധതയും പരിഗണിച്ചാണ് അംഗീകാരം. കോളേജിലെ ഹരിത സംരംഭങ്ങൾ, പരിസ്ഥിതി അവബോധ പരിപാടികൾ, ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നേടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ എന്നിവയും പരിഗണിച്ചാണ് അംഗീകാരം ലഭിച്ചതെന്ന് കോളേജ് അധികൃതർ അറിയിച്ചു. ജൂൺ 1 ഹൈദരാബാദിൽ നടക്കുന്ന സുസ്ഥിര ക്യാമ്പസ് ഇംപാക്ട് സമ്മിറ്റ് അവാർഡ് ദാന പരിപാടിയിൽ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. അക്ഷരനഗരിയുടെ സാംസ്കാരിക ഹൃദയമായ തിരുനക്കര മൈതാനത്തിന് ചായക്കൂട്ടുകളുടെ വർണ്ണഭംഗി. ഡ്രീം മേക്കേഴ്സ് ക്രിയേറ്റീവ് ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പെയിന്റിംഗ് കാർണിവലാണ് നഗരത്തിന് വേറിട്ട ദൃശ്യവിരുന്നായത്. ഒരു കൂട്ടം ചിത്രകലാകാരന്മാരുടെ വിരൽത്തുമ്പിൽ വിരിഞ്ഞ വിസ്മയങ്ങളാണ് കോട്ടയംകാർക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഡ്രീം മേക്കേഴ്സ് ക്രിയേറ്റീവ് ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പെയിന്റിംഗ് കാർണിവൽ അഥവാ ചിത്രചന്തയാണ് കണ്ണിനും മനസ്സിനും ആനന്ദം പകരുന്നത്. തോമസ് രാമപുരം, ജി ശ്രീലാൽ, സി ഷാജിമോൻ, ദിലീപ് ദിവാകരൻ, വർഗീസ് പീറ്റർ, ഷാരി രാജൻ തുടങ്ങി കേരളത്തിലെ മുൻനിരക്കാരായ 10ലധികം ചിത്രകാരന്മാരുടെ വിരൽത്തുമ്പിൽ പിറവിയെടുത്ത ചിത്രങ്ങളുടെ വിപുലമായ ശേഖരമാണ് പ്രദർശനത്തിൽ ഉള്ളത്. കോട്ടയം മുനിസിപ്പൽ ചെയർമാൻ MP സന്തോഷ് കുമാർ കാർണിവലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഡ്രീം മേക്കേഴ്സ് കോർഡിനേറ്ററും പ്രശസ്ത കലാകാരനുമായ തോമസ് രാമപുരം, KSS സ്കൂൾ ഓഫ് ആർട്സ് ഡയറക്ടർ CC അശോകൻ, പ്രശസ്ത ആർട്ടിസ്റ്റ് ഉദയകുമാർ, ആർട്ടിസ്റ്റ് ജി ശ്രീലാൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. MG സർവകലാശാല B.Ed ഇംഗ്ലീഷ് പരീക്ഷയിൽ 3ാം റാങ്ക് വിഴിക്കത്തോട് സ്വദേശിനിക്ക്. പരുന്തുമല നടുവിലാത്ത് B. ദേവികയാണ് 3ാം റാങ്ക് നേടിയത്. കാഞ്ഞിരപ്പള്ളി B.Ed സെന്ററിലാണ് ദേവിക പഠിച്ചത്. നവീകരണ ജോലികൾക്ക് യാതൊരു നടപടിയുമില്ലാതെ പാലാ കോഴ റോഡ്. 20ലധികം അപകട വളവുകളാണ് റോഡിലുള്ളത്. നവീകരണത്തിന് നടപടിയില്ലാതെ പാലാ കോഴ റോഡ്. കൊടുംവളവുകൾ നിവർത്തി നവീകരിക്കാനുള്ള നടപടികളാണ് അനിശ്ചിതത്തിലായിരിക്കുന്നത്. സർവേ നടത്തിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. വർഷങ്ങൾക്ക് മുൻപ് പാലാ മുതൽ കുറിച്ചത്താനം കവല വരെ സർവേ നടത്തിയിരുന്നു. 16 മീറ്റർ വീതിയിലാണ് റോഡ് നവീകരണ പദ്ധതി തയ്യാറാക്കിയത്. 17 കിലോമീറ്റർ ദൂരമുള്ള റോഡിന്റെ അവസ്ഥയ്ക്ക് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. 20ലധികം അപകട വളവുകൾ റോഡിലുണ്ട്. നിർദ്ദിഷ്ട തുറവൂർ പമ്പ സംസ്ഥാന പാതയുടെ ഭാഗമായി റോഡ് വികസിപ്പിക്കുമെന്ന് അധികൃതർ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. പാലാ കോഴ റോഡിൽ നാടുകുന്ന് മുതൽ ഇല്ലിക്കൽ വരെയുള്ള 10 കിലോമീറ്റർ ദൂരത്തിൽ ഓരോ വർഷവും നിരവധി അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മരങ്ങാട്ടുപള്ളി സ്റ്റേഷൻ പരിധിയിൽ മാത്രം ഇല്ലിക്കൽ താഴെ ആണ്ടൂർ എന്നീ സ്ഥലങ്ങളിൽ ബാക്ക് സ്പോട്ടായി റോഡ് സുരക്ഷ കണ്ടെത്തിയിരുന്നു. ഇവിടെ 7 വർഷത്തിനിടെ അപകടത്തിൽ 10ലേറെ പേർ മരിച്ചിട്ടുണ്ട്. കോഴിക്കൊമ്പ്, ആണ്ടൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ആവശ്യത്തിന് വീതിയില്ലാത്തത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. മീനച്ചിൽ താലൂക്കിലെ ഏറ്റവും തിരക്കേറിയ റോഡുകളിലൊന്നാണ് പാലാ കോഴ റോഡ്. ആവശ്യത്തിന് വീതിയില്ലാത്തതിനാൽ ഇരുവശങ്ങളിൽ നിന്നും വലിയ വാഹനങ്ങളെത്തിയാൽ വളരെ പ്രയാസപ്പെട്ടാണ് കടത്തിക്കൊണ്ട് പോകുന്നത്. സർവേ നടത്തി പുറമ്പോക്ക് ഏറ്റെടുത്താൽ ഇപ്പോഴുള്ളതിന്റെ ഇരട്ടി വീതി കിട്ടും. റോഡ് നവീകരണം നടത്താൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, പാലാ. ഏലിക്കുളം പഞ്ചായത്തിൽ വ്യക്തികളുടെ വസ്തുവിൽ അപകടകരമായി നിൽക്കുന്ന വൃക്ഷങ്ങളും ശിഖരങ്ങളും കാലവർഷം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ വസ്തു ഉടമകൾ തന്നെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ അടിയന്തരമായി വെട്ടിമാറ്റണമെന്ന് സെക്രട്ടറി അറിയിച്ചു. നാശനഷ്ടം ഉണ്ടാകുന്ന പക്ഷം ദുരന്ത നിവാരണ നിയമപ്രകാരം വസ്തു ഉടമകൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതാണെന്നും ഏലിക്കുളം പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഏറ്റുമാനൂരിൽ വയലായിൽ 4 പേർക്ക് ഇടിമിന്നലേറ്റു. ഒരാളുടെ നില ഗുരുതരം. പരിക്കേറ്റവർ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. പാമ്പാടി തോട്ടപ്പള്ളി ഭാഗത്ത് പുഴുശല്യം രൂക്ഷം. പ്രദേശവാസികൾ വലയുന്നു. സമീപത്തെ തേക്ക് മരങ്ങളിൽ നിന്നും വീടുകളിലേക്ക് എത്തുന്നത് 100 കണക്കിന് പുഴുക്കൾ. ഇന്ത്യൻ റെയിൽവേയിലെ ഒഴിവുകൾ നികത്താത്തതിലും തസ്തികകൾ വെട്ടിക്കുറയ്ക്കുന്നതിലും പ്രതിഷേധം. കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് AITUCയുടെ മാർച്ച്.
കോട്ടയം ജില്ലയിൽ +1 ആവശ്യത്തിലേറെ സീറ്റുകൾ. തുടർ പഠനത്തിന് യോഗ്യത നേടിയത് 17,039 പേർ. വിവിധ വിഭാഗങ്ങളിൽ ഒഴിവുള്ളത് 21,964 സീറ്റുകൾ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.